നുബുവത്തിന്റെ 13-ാം വർഷം മക്കയിൽ മുസ്ലിമീങ്ങൾ കൊടിയ പീഡനങ്ങളായിരുന്നു സഹിച്ചിരുന്നത്. അഖബ ഉടമ്പടിക്ക് ശേഷം സ്വഹാബത്ത് സംഘങ്ങളായിക്കൊണ്ട് മദീനയിലേക്ക് യാത്ര ചെയ്തു. ഇത് ഖുറൈശികളെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടിയിൽ മദീനക്കാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് ക്ഷണിച്ചു. ഏതു വിധേനയും അവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായും അനുസരിക്കുമെന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാഗ്ദാനം നൽകിയതോടുകൂടി ഖുറൈശികളുടെ ഉറക്കം പോവുകയുണ്ടായി. കാരണം അവർ ഇത്രയും കാലം പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തി ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ മദീനക്കാർ ഇസ്ലാമിന് വളരാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ രണ്ടാം ഉടമ്പടിക്ക് ശേഷം സ്വഹാബത്തെ എല്ലാം മദീനയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കിയവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ശക്തമായ വ്യാപനത്തിനും രാഷ്ട്രീയ സ്ഥിരതക്കും സൈനിക ശക്തിക്കും കാരണമാകുമെന്ന് മനസ്സിലാക്കിയവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ അബൂ ജഹലിന്റെയും അബൂ സുഫിയാന്റെയും ഉത്ബത്തിന്റെയും നേതൃത്വത്തിൽ ദാറുന്നദവിയിൽ ഒരു നിർണായക യോഗം വിളിച്ചു ചേർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളായ മുഴുവൻ മുസ്ലിമീങ്ങളും അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. അവർ ധാരാളം തീരുമാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുവെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുക, അല്ലെങ്കിൽ തടങ്കിലാക്കുക, അതുമല്ലെങ്കിൽ നാടുകടത്തുക. ഇതായിരുന്നു അവിടെ ചർച്ച ചെയ്യപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അബൂ ജഹലിന്റെ ആവശ്യമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുക എന്ന ആശയമാണ് മക്ക മുശ്രിക്കുകൾ സ്വീകരിച്ചത്. തുടർന്ന് അബൂ ജഹൽ ഒരു വ്യത്യസ്തമായ ആശയമാണ് മുന്നോട്ട് വെച്ചത്. നമ്മിൽ ഒരു ഗോത്രത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു യുവാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുകയാണെങ്കിൽ ബനൂ ഹാഷിമുകൾ ആ ഗോത്രത്തോട് യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മിൽ പ്രധാനപ്പെട്ട ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യുവാവ് വീതം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുകയാണെങ്കിൽ ബനൂ ഹാഷിമുകൾക്ക് ഒരു പ്രത്യേകമായ ഗോത്രത്തോട് യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. ഇത്തരത്തിലുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു അബൂ ജഹൽ നടത്തിയിരുന്നത്. അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. രാത്രിയിൽ വീട് വളഞ്ഞ് നേരം വെളുക്കുമ്പോൾ വധിക്കുക എന്നതായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അനുമതി നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ എന്റെ പുതപ്പ് പുതച്ച് എന്റെ കട്ടിലിൽ കിടക്കുക, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാരെ തങ്ങളെ ചില പ്രത്യേകമായ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. തന്റെ ജീവൻ പോലും വകവെക്കാതെ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ആ തീരുമാനം അംഗീകരിക്കുകയുണ്ടായി. അൽ അമീൻ എന്ന് പേരുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അന്ന് മക്കയിൽ ആളുകൾ ധാരാളം സ്വത്തുക്കൾ ഏൽപ്പിച്ചിരുന്നു. അതെല്ലാം തിരിച്ചു നൽകിയതിനു ശേഷം മാത്രമേ നിങ്ങൾ മദീനയിലേക്ക് വരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. തന്റെ ജീവൻ പോലും വകവെക്കാതെ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ആ തീരുമാനം അംഗീകരിക്കുകയുണ്ടായി. അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്: എനിക്ക് അല്ലാഹു ഹിജ്റ പോകാൻ അനുമതി നൽകിയിരിക്കുന്നു. ഇത് കേട്ട് സന്തോഷവാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്: എനിക്കും പോരാൻ അല്ലാഹു സുബ്ഹാനഹു തആല അനുമതി നൽകിയിട്ടുണ്ടോ യാ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്: അതെ, നിങ്ങൾക്കും എന്റെ കൂടെ പോരാൻ അല്ലാഹു സുബ്ഹാനഹു തആല അനുമതി നൽകിയിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആദ്യമേ തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിരുന്നു. മദീനയിലേക്ക് പോകാൻ പ്രത്യേകമായിക്കൊണ്ട് 2 ഒട്ടകങ്ങളെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മേടിച്ചു വെച്ചിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്തത് പിൽക്കാലത്ത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനമായിരുന്ന ഖസ്വാ എന്ന ഒട്ടകത്തെയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വടക്കൻ പാത ഉപയോഗിക്കാതെ അവർ തെക്കുഭാഗത്തുള്ള സൗർ ഗുഹ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ യാത്ര തിരിച്ചു.